നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുളായിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. കരുളായി ചെട്ടികുണ്ടുങ്ങൽ പുളിക്കത്തടത്തിൽ രജിലയാണ് കൊല്ലപ്പെട്ടത്. അമ്മായിയമ്മയായ ശാന്ത വെട്ടുകത്തിക്കൊണ്ട് രജിലയെ വെട്ടുകയായിരുന്നു. കരുളായി കുണ്ടുങ്ങലിൽ യുവതി വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്തൃമാതാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടുങ്ങൽ സ്വദേശിനിയായ റജിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സുനിൽ ബാബുവിന്റെ മാതാവ് ശാന്തയെയാണ് പോലീസ് ഇൻസ്പെക്ടർ എം സനൽ രാജ് അറസ്റ്റ് ചെയ്തത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ താനൂരിൽ പ്രവർത്തനം ആരംഭിച്ച എക്സ്റ്റൻഷൻ സെന്റർ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് മൾട്ടിപർപ്പസ് കമ്മ്യൂണിറ്റി കം പകൽ വീടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കരുളായിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. കരുളായി ചെട്ടികുണ്ടുങ്ങൽ പുളിക്കത്തടത്തിൽ രജിലയാണ് കൊല്ലപ്പെട്ടത്. അമ്മായിയമ്മയായ ശാന്ത വെട്ടുകത്തിക്കൊണ്ട് രജിലയെ വെട്ടുകയായിരുന്നു. ശരീരമാസകലം വെട്ടേറ്റ രജില എന്ന 30-കാരി വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത്. പൂക്കോട്ടുംപാടം പോലീസ് ശാന്തയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. രജിലയുടെ ഭർത്താവ് സുനിൽ രാവിലെ ഓട്ടോറിക്ഷയിൽ ഓട്ടം പോയതായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ സുനിൽ ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. കൊലപാതകത്തിന് കാരണം അറിവായിട്ടില്ല. രാവിലെ ചായ ചോദിച്ചപ്പോൾ ലഭിക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ശാന്ത പോലീസിന് മൊഴി നൽകി. പൂക്കോട്ടുംപാടം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരുളായി കുണ്ടുങ്ങലിൽ യുവതി വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്തൃമാതാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടുങ്ങൽ സ്വദേശിനിയായ റജിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സുനിൽ ബാബുവിന്റെ മാതാവ് ശാന്തയെയാണ് പോലീസ് ഇൻസ്പെക്ടർ എം സനൽ രാജ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. റജിലയും ശാന്തയും തമ്മിൽ നിലനിന്നിരുന്ന കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പ്രകോപനത്തിന് കാരണമായത്. ശാന്ത ഉണ്ടാക്കിയ ചായ റജില എടുത്തു കളഞ്ഞതിൽ പ്രകോപിതയായ ശാന്ത വീട്ടിലുണ്ടായിരുന്ന മൂർച്ചയുള്ള അരുവക്കത്തി ഉപയോഗിച്ച് റജിലയെ വെട്ടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ റജില മരണപ്പെട്ടു. സംഭവ സമയത്ത് റജിലയുടെ ഭർത്താവ് സുനിൽ ബാബു ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഇവരുടെ പെൺകുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത ശാന്തയുടെ അറസ്റ്റ് ഉച്ചയ്ക്ക് 2:30യോടെയാണ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വരും ദിവസങ്ങളിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. SI അബ്ദുൽ നാസർ, ASI ജാഫർ, CPOമാരായ ഷബന, ജംഷാദ്, സിയാദ്, ജിഷ, അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ താനൂരിൽ പ്രവർത്തനം ആരംഭിച്ച എക്സ്റ്റൻഷൻ സെന്റർ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ BSNL എക്സ്ചേഞ്ച് ബിൽഡിംഗിലാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ഈ ധനകാര്യ സ്ഥാപനം മാത്രമല്ല, ഇവിടുത്തെ PSC പരീക്ഷയ്ക്കും IAS പോലുള്ള ട്രെയിനിങ്ങിനുള്ള പുതിയ സെൻറ്റർ കൂടി ഇന്നലെ മന്ത്രിസഭ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 13 അനുവദിച്ചത്, അതിലൊന്ന് താനൂരാണ്. അപ്പോൾ തീരദേശ അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾക്ക് സർക്കാരിൻ്റെ PSC മുഖാന്തരമുള്ള പരീക്ഷകൾ, UPSC കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷകൾ, അതോടൊപ്പം തന്നെ IAS IPS പോലുള്ള കേഡർ തസ്തികയിലുള്ള പരിശീലനങ്ങൾക്കുമുള്ള ഒരു സെന്റർ കൂടി താനൂരിൽ നമ്മൾ ആരംഭിക്കുക. പെരിന്തൽമണ്ണയ്ക്ക് പുറമെ ജില്ലയിൽ സ്ഥാപിതമാകുന്ന 2ാമത്തെ ഓഫീസ് കൂടിയാണിത്. കേരളത്തിൽ 2 എക്സ്റ്റൻഷൻ ഓഫീസുകളുള്ള ആദ്യ ജില്ല കൂടിയാവുകയാണ് ഇതോടെ മലപ്പുറം. ഒപ്പം തന്നെ വിവിധ പരീക്ഷകൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ടി താനൂരിൽ പുതിയ കോച്ചിംഗ് സെന്റർ തുടങ്ങുവാൻ തീരുമാനമായതായും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മജീദ് സ്വാഗതം ആശംസിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ്, ജോയിന്റ് സെക്രട്ടറി എൻ സന്ദേവ്, ഡെപ്യൂട്ടി സെക്രട്ടറി വി വിനോദ് കുമാർ, ഡയറക്ടർമാരായ ടി പി അബ്ദുൽ അസീസ്, കെ ടി അബ്ദുറഹ്മാൻ, മാജിദ് അബ്ദുൽ മജീദ്, അന്നമ്മ രാജു, ജനറൽ മാനേജർ ബി ജയചന്ദ്രൻ, താനൂർ നഗരസഭാ കൌൺസിലർ യു എൻ ജാസ്മിൻ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം വോട്ടർമാരെ നേരിൽ കാണാനെത്തിയത്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കായിക താരത്തെ മുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെന്നും ഇത് കായിക മേഖലയ്ക്കുള്ള വലിയ അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാകും വോട്ട് തേടുക. നിലമ്പൂരിൽ തനിക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത വിജയം ഉറപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം 9 വർഷം MLA എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് വരേണ്ടതാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരിട്ട് പോരാട്ടമായതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഭാഗത്തുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം ഭരണമുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. ജില്ലാ ആശുപത്രിയിലും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. CPM ഏരിയ സെക്രട്ടറി കെ മോഹനൻ, CPI ജില്ലാ കൌൺസിൽ അംഗം PM ബഷീർ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരം വടപ്പുറം മുതൽ വഴിക്കടവ് വരെ LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവേശകരമായ റോഡ് ഷോയും നടക്കും. നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് മൾട്ടിപർപ്പസ് കമ്മ്യൂണിറ്റി ഹാൾ കം പകൽ വീടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലി, സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, കൌൺസിലർമാരായ ES മുജീബ്, AT ഫ്രാൻസിസ്, ഷേർലി മോൾ, ശ്രീനചന്ദ്രൻ, P പുഷ്പവല്ലി, വയോമിത്രം ഭാരവാഹികളായ ഡെയ്സി ചാക്കോ, EP ബോബി, ബേബി വർഗീസ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സുരേഷ് പങ്ങാട്ട് തുടങ്ങിയ K വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. വഹാബ് MP ആസ്തി വികസന നിധിയിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന സഹോദരങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹൃദയ സംഗമം 2026 പരിപാടി നിലമ്പൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് നിലമ്പൂർ MLA ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. റമദാൻ, ഈസ്റ്റർ, വിഷു എന്നീ സർവ്വമത ആഘോഷങ്ങളുടെ അനുബന്ധമായി 60 കാഴ്ചയില്ലാത്തവർക്കായി ഭക്ഷ്യക്കിറ്റ് വിതരണവും സമൂഹ നോമ്പുതുറയും ഉൾപ്പെടുത്തി. റോട്ടറി ക്ലബ്ബ് നിലമ്പൂരിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റും സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചു. വേദിയിൽ വെച്ച് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഹാദി എന്ന കുട്ടിയുടെ കുടുംബത്തിന് 4 സെന്റ് സ്ഥലം നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. കൂടാതെ ട്രാൻസ്ജെൻഡറായ ഗോപികയ്ക്ക് 4 സെന്റ് സ്ഥലത്തിന്റെ രേഖകൾ കൈമാറുകയും ചെയ്തു. റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ പ്രസിഡന്റ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ് M മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിവിധ സാമൂഹിക, വ്യാപാര, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. KFB നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് അഖിൽ പാറക്കൽ സ്വാഗതം പറഞ്ഞു. KFB ജില്ലാ പ്രസിഡന്റ് സുധീർ M ആമുഖ പ്രഭാഷണം നടത്തി. KBVES നേതാവ് വിനോദ് P മേനോൻ, KFB ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ V എന്നിവരുൾപ്പെടെ വിവിധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. 1967 മുതൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ അവകാശ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാനത്തുടനീളം വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ബ്രെയിൽ ലൈബ്രറികൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവയിലൂടെ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പരിപാടിയുടെ ഭാഗമായി 60 കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. തുടർന്ന് സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. സമൂഹ ഐക്യത്തിന്റെയും സഹാനുഭൂതിയുടെയും മികച്ച മാതൃകയാണ് സഹൃദയ സംഗമം 2026 പരിപാടി മാറിയത്. KFB സെക്രട്ടറി നിസാർ K നന്ദി രേഖപ്പെടുത്തി. മോട്ടോർ തൊഴിലാളി യൂണിയൻ STU നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. മോട്ടോർ തൊഴിലാളി യൂണിയൻ STU സംസ്ഥാന പ്രസിഡന്റ് VAK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഓട്ടോറിക്ഷക്കാരൻ മാക്സിമം ഓടിയാൽ 1000 രൂപ ഞാൻ കണ്ടിടത്തോളം
അതിന് എല്ലാ ചെലവും കഴിച്ച ഒരു 300 രൂപ 370 രൂപ ശരാശരി ഞാൻ കണക്കൂട്ടി. തേയ്മാനം ബാക്കിയുള്ളതല്ല, അല്ലാത്ത ചെലവുകൾ. നമുക്കറിയാം, വണ്ടി ഇറങ്ങുമ്പോൾ ആ വണ്ടി രജിസ്റ്റർ ചെയ്യണം. അതിന് നല്ലൊരു സംഖ്യ, ഇപ്പോൾ 10 ഇരട്ടി ഒക്കെ ഇതായി ഇറങ്ങിക്കുന്ന ആ സാധനം അത് നേരെ അടച്ചാല് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് അടക്കണം 2. ആ വണ്ടിക്ക് ഇൻഷൂർ വേണം 3. ആ വണ്ടിക്ക് മീറ്റർ വേണം എന്തെങ്കിലും 4. ആ വണ്ടിക്ക് ക്ഷേമനിധി വേണം 5. ആ വണ്ടിക്ക് പൊല്യൂഷൻ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 6 കാര്യമില്ലാത്തൊരു വണ്ടി ഈ റോഡ് കാണിച്ചാൽ അത് ഒഫൻസാണ്, അത് തെറ്റാണ്. പിന്നെ വളരെ ശക്തമായി കേസും കാര്യമൊക്കെ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അത് കുറ്റമാണ്. ശീലത്ത് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി കുന്നുമൽ സൈദലവി, മുനിസിപ്പൽ സെക്രട്ടറി ഊട്ടി നൌഷാദ്, കണ്ണാട്ടിൽ ബാപ്പു, മൈസൂർ ബാബു, ഹനീഫ അമ്പുക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ഓട്ടോ ആക്സിഡന്റിൽ പെട്ട കരീം പുടിയൻചാലിക്കുള്ള ധനസഹായവും കൈമാറി. മേക്കുരവ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് KMCC കമ്മിറ്റിയുടെ സഹകരണത്തോടെ പ്രദേശത്ത് 400ഓളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. ആരടൻ ഷൌക്കത്ത് MLA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മച്ചിങ്ങൽ കുഞ്ഞു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ മുഖ്യ സന്ദേശം നൽകി. വാർഡ് മെമ്പർ പാത്തുമ ഇസ്മായിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തെ പ്രമുഖ ഡോക്ടർ നോബിൾ ജോയിയെ ചടങ്ങിൽ ആദരിച്ചു. MI ഹമീദ്, ഏലിയാസ് ബരുദ, മുസഫർ മാസ്റ്റർ, ലത്തീഫ് മണിമൂളി, കരീം മാസ്റ്റർ, അനീഷ് VP, മുജീബ് കീലി, സിറാജ് T, ഉമ്മർ പാലശ്ശേരി, ജാഫർ മൊയ്ക്കൽ, ഹംസക്കുട്ടി ചേമ്പൻ എന്നിവർ സംസാരിച്ചു. വിതരണത്തിന് വനിതാ കമ്മിറ്റികൾ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.